എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 21 വ്യാഴാഴ്ച. ഓപ്പണിംഗ് ക്ലൂവിൽ നമുക്കൊരു പോസിറ്റീവ് ഓപ്പണിംഗ് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉക്രൈൻ റഷ്യ ടെൻഷൻസ് കാരണം ഒരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. ഇതേ കാരണം കൊണ്ട് തന്നെയാണ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ 300 പോയിൻറ്റോളം പോസിറ്റീവായിരുന്നു നിഫ്റ്റി പെട്ടെന്ന് താഴോട്ട് വന്നത്. ഉക്രൈൻ റഷ്യ ടെൻഷൻസ് കാരണമാണ്. നിഫ്റ്റി 7 ദിവസത്തെ ഒരു നെഗറ്റീവ് സ്ട്രീക്ക് ബ്രേക്ക് ചെയ്താണ് ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. 64.7 പോയിൻറ്റ് ഉയർന്ന് 23,518 സെൻസെക്സ് 239 പോയിൻറ്റ് ഉയർന്ന് 77,577 ക്ലോസ് ചെയ്തത്. US സ്റ്റോക്കുകളിലും ഈ ടെൻഷൻ പ്രകടമായിരുന്നു. S&P 500 ഫ്ലാറ്റ് ആയിരുന്നു. നാസ്ഡാക്ക് 100.2% ഡ്രോപ്പ് ചെയ്തു. അതേസമയം ഡോ ജോൺസ് ഇൻഡസ്ട്രിയൽ ആവറേജ് പോസിറ്റീവായിരുന്നു. ഓവർസീസ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ 36ാമത്തെ ദിവസവും നെഗറ്റീവായിരുന്നു. 3,411.7 കോടിക്കാണ് ഇവർ സെറ്റിൽ ചെയ്തത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 2,783 കോടിക്ക് ബൈ ചെയ്യുകയും ഉണ്ടായി. ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ടാറ്റ പവറാണ്. ടാറ്റ പവർ ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഡ്രങ്ക് ഗ്രീൻ പവർ കോർപ്പറേഷനുമായിട്ട്. ഇവർ ഭൂട്ടാനിൽ 5000 മെഗാവാട്ടിൻ്റെ ക്ലീൻ എനർജി ജനറേഷന് വേണ്ടിയിട്ടുള്ള യൂട്ടിലിറ്റി സ്റ്റാർട്ട് ചെയ്യാനാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അടുത്തത് NCL ഇന്ത്യയാണ്. ഈ കമ്പനി 3,720 കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പോവുകയാണ് റിന്യൂവബിൾ പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് JSW സ്റ്റീലാണ്. ഈ കമ്പനി കോഡിൽ മിനറൽ ബ്ലോക്കിൻ്റെ പ്രിഫേർഡ് ബിൽഡറായി മാറിയിട്ടുണ്ട്. 48.5 മില്യൺ ടണ്ണിൻ്റെ അയൺ ഓർ റിസോഴ്സസ് ഇവിടെയുണ്ട്. അടുത്ത ഏജിസ് ലോജിസ്റ്റിക്സിൻ്റെ ഏജിസ് വോപാക് ടെർമിനൽസ് എന്ന കമ്പനിയുടെ റെഡറിംഗ് പ്രോസ്പെക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. IPOയ്ക്ക് വേണ്ടിയിട്ടാണ്. 3,500 കോടിയുടെ IPO ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അത് പൂർണ്ണമായും ഒരു ഫ്രഷ് ഇഷ്യൂ ആയിരിക്കും. അടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷനാണ്. പവർ ഗ്രിഡിന് ഖാദ്വ 5A പവർ ട്രാൻസ്മിഷൻ അക്വയർ ചെയ്യാനുള്ള സക്സസ്ഫുൾ ബിഡറായിട്ടുണ്ട്. അടുത്ത GRSC ആണ്. GRSC 13 ഹൈബ്രിഡ് ഫെറീസ് വെസ്റ്റ് ബംഗാൾ ഗവൺമെൻറ് ഡെലിവർ ചെയ്യാനുള്ള 226 കോടിയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അടുത്ത ഗോഡ്ഫ്രൈ ഫിലിപ്സ് എന്ന കമ്പനിയാണ്. കമ്പനി 35 രൂപ പെർ ഷെയറിന് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഗോദ്രേജ് പ്രോപ്പർട്ടീസാണ്. ഗോദ്രേജ് പ്രോപ്പർട്ടിയിൽ 53 ഏക്കറിൻ്റെ പ്ലോട്ട് കൊൽക്കത്തയിൽ ബൈ ചെയ്തിട്ടുണ്ട്. അവിടെ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യലായിട്ടുള്ള 1.3 മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ റെസിഡൻഷ്യൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ടാണ്. 500 കോടിയുടെ റവന്യൂ പൊട്ടൻഷ്യൽ ഈ ഒരു പ്രോജക്റ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത GNFC ആണ്. GNFC UK-യിലുള്ള INEOSമായിട്ടുള്ള 50-50 ജോയിൻറ്റ് വെഞ്ചറിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. അവർ ഒരു അസറ്റിക് ആസിഡ് പ്ലാന്റ് ഇന്ത്യയിൽ സെറ്റപ്പ് ചെയ്യാനുള്ള ജോയിൻറ്റ് വെഞ്ചറാണിത്. അടുത്തതായി IPO ന്യൂസിലോട്ട് കയറാം. IPO ന്യൂസിൽ ഇന്ന് ലിസ്റ്റിംഗ് ആണ്. സിംഗ ലോജിസ്റ്റിക് സൊല്യൂഷൻസ് കമ്പനിയുടെ ഷെയർ 1,114 കോടിയുടെ IPO ആണ്. 1.86 ടൈംസ് ആണ് ഫൈനൽ ഡേയിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ലിസ്റ്റിംഗ് ഗെയിനൊന്നും പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ലൈവിലുള്ള IPO ആണ് NTPC ഗ്രീൻ. പബ്ലിക് ഇഷ്യൂ 0.33 ടൈംസ് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടുള്ളൂ ഡേ 1. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സൊന്നും സബ്സ്ക്രിപ്ഷൻ തീരെ വന്നിട്ടില്ല. നമുക്ക് ലിസ്റ്റിംഗ് ഗെയിൻ തീരെ പ്രതീക്ഷിക്കാൻ പറ്റുന്നതല്ല ഈ കമ്പനിയിൽ. ഓവറോൾ വാല്യുവേഷൻ ഹൈ ആയതുകൊണ്ട് തന്നെയാണ് ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്തത്. ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഡാറ്റ നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 0.1% ഡൗൺ ആയി 23,534 16 പോയിൻറ്റ് പ്രീമിയം മാത്രമേ ഉള്ളൂ. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് 5.22% ഡൗൺ ആണ്. നിഫ്റ്റി ഓപ്ഷൻസ് നവംബർ 20 എക്സ്പയർ ഉള്ളതിന് മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 23,000 മാർക്കറ്റ് പോസിറ്റീവിലേക്ക് പോകുന്നുവെന്ന് തോന്നിച്ച നിമിഷത്തിൽ തന്നെ വന്ന ഉക്രൈൻ അറ്റാക്ക് ന്യൂസ് ഒരല്പം ആശങ്കാജനകമാണ്. അതുകൊണ്ട് തന്നെ ഇനിയും നമുക്ക് ചെറിയ ഡൗൺ സൈഡിലൂടെ പ്രതീക്ഷിക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ ഇതിന് ശേഷം മുകളിലേക്കുള്ളൊരു പോക്ക് പ്രതീക്ഷിച്ചതായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായിട്ട് വെയിറ്റ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.